നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് കാലുവേദന മാറാനും കാലിന് നല്ല ബലം നൽകാനും സഹായിക്കുന്ന ലളിതമായ ഏതാനും വ്യായാമങ്ങളാണ് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഈ ശരീരത്തെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ഈ പാവപ്പെട്ട രണ്ട് കാലുകളാണ്. അപ്പം അതിന് ബലം നൽകുക, അതിനായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, അത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാണിച്ചു തരുന്ന ലളിതമായ വ്യായാമങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. നമ്മളുടെ കാലിലെ കാഫ് മസിലൊക്കെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് എന്നോടൊപ്പം ചെയ്യാം. ആദ്യം നമുക്ക് ഇരുന്നിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാം. കൈയുടെ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് കാല് സാവധാനം ഉയർത്തുക, നീട്ടുക, അതുപോലെ കൊണ്ടുവന്നിട്ട് വയ്ക്കുക. മറ്റേ കാലം ഇങ്ങനെ നോക്കുക, ദെൻ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ദെൻ വീണ്ടും മടക്കുക, താഴ്ത്തുക. ഇത് മുട്ടുവേദന ഉള്ളവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു എക്സസൈസാണ്. വയ്ക്കുക, സ്ട്രെച്ച് ചെയ്യുന്നു, മടക്കുന്നു, സാവധാനം താഴെ വയ്ക്കുന്നു. വീണ്ടും കാലുയർത്തുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു, വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുന്നു, വയ്ക്കുന്നു. ഇതിങ്ങനെ നേരെ നിവർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 2 3 4 ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിലും നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഓരോ കാലും 10 തവണ ചെയ്യുക. ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നിവർത്തുക. അല്ലാത്തവർക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ട്രെച്ചിങ് പിടിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ബലം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാവുന്നത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിരലേൽ ഊന്നുക, താഴുക, വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കാഫ് മസിൽ ഇതാണ്, ഇത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം കാഫ് മസിലിൻ്റെ പിന്നിലുള്ള സോളസ് മസിൽ ആക്ടിവേറ്റായി അത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. സോളസ് മസിലിന് സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ചേർന്ന് തിരിച്ചിടാം. എന്നിട്ട് ഇരിക്കാൻ പോകുന്ന പോലെ ചെയ്യുക. കൈകൾ മുമ്പോട്ട് നീട്ടിപ്പിടിക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കൈകൾ നീട്ടിപ്പിടിച്ചിട്ട് ഇരിക്കരുത്, ഇരിക്കുന്നത് പോലെ ഇത്ര. 1 2 3 4 5 6 7 8 9 10. വളരെ സാവധാനം ചെയ്യുക. ഞാൻ ഈ കാണിച്ചു തരുന്ന ഓരോ വ്യായാമങ്ങളും നിങ്ങൾ ഒരു 10 തവണയിലും ചെയ്യുക. ചേർന്ന് എഴുതിയിടാം. നമുക്ക് ഇപ്പം കാണിച്ചു തന്ന എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്കും റിലീഫ് കിട്ടും, ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ആശ്വാസം കിട്ടും, അതുപോലെ മുട്ടുവേദന ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കും, കാലിന് നല്ല ബലം ലഭിക്കാനും സഹായിക്കും.
ഓക്കെ, ഇനി ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് മുമ്പോട്ട് പിറകോട്ട് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ തന്നെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പുറം സൈഡിൽ നിന്ന് ഈ കാര്യം 1 2 3 4 5 6 കസേര മറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോണം 7 8 9 10. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക സൈഡിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, മറ്റേ സൈഡ് ചെയ്യണം. ചെയ്യുന്നവർ എൻ്റെ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 10. വളരെ സാവധാനം ചെയ്താൽ മതി. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ തന്നെ നിന്നിട്ട് കാലിൽ കുത്തി വരിക 1 2 3 4 5 6 7 8 9 10. ഇപ്പോഴുമൊക്കെ ഈ ഭാഗത്തുണ്ടാകുന്ന സ്ട്രെച്ചിങ്ങിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാലിൻ്റെ മസിൽ പവർ നന്നായിട്ട് വർദ്ധിക്കാൻ സഹായിക്കും. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഹീല് കുത്തി വിരലോട് ഉയർത്തുക 1 2 3 4 5 6 7 8 9 10. ഇത് ചെയറില്ലെങ്കിലും ഒരു ഭിത്തിയുടെ സഹായത്തോടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്നിച്ചും ചെയ്യാം. ആദ്യം വിരലിൽ കുത്തി വീഴുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താഴുക, ഹീലിൽ കുത്തി വരിക, ഉപ്പൂറ്റി കുത്തി വരിക. ഈ ഒരു രീതിയിലും ചെയ്യും. അതുപോലെ മുമ്പേ കാണിച്ച മറ്റ് എക്സസൈസുകളൊക്കെ ആണെങ്കിലും ഭിത്തിയില പിടിച്ചിട്ട് നിന്ന് ചെയ്യുക. ഇനി ചെയർ എടുത്തിട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഒക്കെ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇരിക്കുന്നതാണേലും ഇങ്ങനെ ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ചെയർ എടുത്തിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഭിത്തിയുടെ സഹായത്തോടെയൊക്കെ പിടിച്ചിട്ട് സാവധാനം ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ടൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.